നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 165 165. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ഭാഗം 165. ഇന്ന് ദ്വിതീയ സ്കന്ധത്തിൽ 4-ാം അധ്യായത്തിൽ ശ്ലോകം 23 പറയേണ്ടത്. ഭൂതൈർമഹദ്ഭിര്യയിമാ പുരോ വിഭുർനിർമായശേദേ യദമൂഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകാ സ അലങ്കൃഷിയേഷ്ട ഭഗവാൻ വജാംസി മേ. ഭൂതൈർമഹദ്ഭിര്യയിമാ പുരോ വിഭുർനിർമായശേദേ യദമൂഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകാം സ അലങ്കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, മഹത്തുക്കളായ ഭൂതങ്ങളാൽ വ്യാപകനായ യാതൊരുവൻ, അതായത് ഭഗവാൻ, ഈ പുരങ്ങളെ, ഈ ശരീരങ്ങളെ നിർമ്മിച്ചിട്ട് പുരുഷസ്വരൂപനായിട്ട് ഇതുകളിൽ ശയിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ശയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതറിയാതെ കണ്ട് അനന്തശായിനെ കാണാൻ തിരുവനന്തപുരത്ത് പോവുക എന്ന് പറഞ്ഞ മോശം. കാരണം ഭാഗവതം പറയണു ഭഗവാൻ നമ്മുടെ ഹൃദയപത്മത്തിൽ ശയിക്കണം, അറിയണില്ല നമ്മൾ. അപ്പോൾ പുരുഷസ്വരൂപനായിട്ട് ശയിക്കുന്നു. 16 തത്വങ്ങളുടെ ആത്മസ്വരൂപനായിട്ട് 16 ഗുണങ്ങളെ ഭുജിക്കുന്നു, അല്ലേ? ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കണം എന്ന് പറഞ്ഞതർത്ഥം, എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ വാക്കുകളിൽ കൂടെ ആര് കേൾക്കുന്നുവോ അവർക്ക് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം, സ്വസ്തിയും സമാധാനം ഉണ്ടാക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. തൻ്റെ വാക്കിന് കേൾക്കുന്നവരെ ആനന്ദിപ്പിക്കുവാനുള്ള ഗുണവും, ഒരു ക്ലാസ് എടുത്താൽ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം ഇപ്പം യൂട്യൂബ് ചെയ്താൽ അത് കേൾക്കുന്നവർക്ക് ശാന്തിയും സമാധാനവും കൊടുക്കുന്ന രീതിയിൽ അവർക്ക് കേൾക്കാൻ കഴിവുണ്ടാവണം. അതാണ് വക്താവിൻ്റെ സാമർഥ്യം അല്ലെങ്കിൽ ഗൗരവം. ശൃംഗാര കരുണാദി രസപുഷ്ടിയും ഉണ്ടായി വരണമെന്ന് അന്തര്യാമി രൂപേണ വസിക്കുന്ന ഭഗവാനെ, വീണ്ടും അന്തര്യാമി രൂപേണ വസിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കണം. അത് ഞാനൊക്കെ ചെയ്യുന്ന ഗുരുതാൻ പറഞ്ഞ് മനസ്സിലാക്കും. നിൻ്റെ കഴിവല്ല മോനെ, നിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം എന്ത് പ്രേരണ തരണോ അത് നീ പറയും, അത് നീ തന്നെ കേൾക്കും. അപ്പോൾ പറയുന്നതും ഭവാൻ, കേൾക്കുന്നതും ഭവാൻ, അല്ലേ? ആ ഒരു രീതിയിലേക്ക് എത്തിയാൽ പ്രതിബന്ധങ്ങളും ഈസി ഗോയിങ്ങും ഒക്കെ ഒപ്പാവും, ഒരേമാതിരിയായിട്ട് തോന്നും. മറ്റേ ഈസി ഗോയിങ് വരുമ്പോൾ രസിക്കുക, പ്രതിബന്ധങ്ങൾ വരുമ്പോൾ വേർക്കുക, അത് പാടില്ല. പ്രതിബന്ധങ്ങൾ ഭഗവാൻ തരുന്നത് നമ്മുടെ ജീവിതം കുറേ കൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ധാരണ ഉണ്ടായാൽ മതി. അപ്പോൾ പറയണു, എങ്ങും വ്യാപിച്ചിരിക്കുന്ന യാതൊരുവൻ മഹാഭൂതങ്ങളെ കൊണ്ട് സർവ്വശരീരങ്ങളെയും സൃഷ്ടിച്ചിട്ട് 11 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും, ഈ 16 എന്നുള്ള കണക്കാണ്. 11 ഇന്ദ്രിയങ്ങളും, അതായത് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും, അങ്ങനെ 11. പിന്നെ 5 ഭൂതങ്ങൾ, ആകാശം, കാറ്റ്, പിന്നെ അഗ്നിയായി, ജലമായി, ഭൂമിയായി. അപ്പോൾ 5 ഭൂതങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ ശരീരങ്ങളിൽ അവയെല്ലാറ്റിനെയും അതാത് വ്യാപാരങ്ങളിൽ പ്രവർത്തിക്കുന്ന പുരുഷനായിട്ട്,
തേജസ്സായിട്ട്, അന്തര്യാമിയായിട്ട്, സർവജീവ ഗുഹാശയനായിട്ട്, കൂടസ്ഥനായിട്ട്, ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവനായിട്ട് അവയിൽ വസിക്കുന്നുവോ ആ ഭഗവാൻ എൻ്റെ വാക്കുകൾക്ക് വേണ്ടുന്ന രസാലങ്കാരാദി ശോഭയെ ഉണ്ടാക്കി തീർക്കണം. കേൾക്കുന്നവർക്ക് ഇമ്പമായിരിക്കണം, കേൾക്കുന്നവരുടെ ബുദ്ധിനെ കൂർപ്പിക്കുന്നതായിരിക്കണം, രസപുഷ്ടി ഉണ്ടായിരിക്കണം. അടുത്ത ശ്ലോകം 24. നമസ്തസ്മൈ ഭഗവതേ വ്യാസായ അമിത തേജസേ പബുർജ്ഞാനമയം സൗമ്യ യന്മുഖാം അംബുരുഹാസവം. നമസ്തസ്മൈ ഭഗവതേ വ്യാസായ അമിത തേജസേ പബുർജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. ജ്ഞാനാത്മകമായ യാതൊരുവൻ്റെ മുഖമാകുന്ന താമരയിൽ നിന്ന് പുറപ്പെട്ട മകരന്തത്തെ ശാന്തസ്വരൂപമുള്ളവർ പാനം ചെയ്തുവോ അപരിച്ഛിന്ന തേജസ്സോടുകൂടിയ ഭഗവാനായ ആ വ്യാസനായിക്കൊണ്ട് നമസ്കാരം. വ്യാസനെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ കൃഷ്ണദ്വൈവായന എന്ന വ്യാസനെ നമസ്കരിക്കണം സദാസമയത്ത്. ജ്ഞാനപ്രദനും പിതാവുമായ വ്യാസരെ നമസ്കരിക്കണമെന്നാണ് പറഞ്ഞത്. യാതൊരു എൻ്റെ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്നൊഴുകിയ ജ്ഞാനാത്മകമായ മകരന്തത്തെ പരമശാന്തന്മാർ പാനം ചെയ്യുന്നു. അപ്പം യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്മേ 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 നമോ നമഃ. ശാന്തത ഇല്ലാത്തൊരുത്തൻ ഈശ്വരോപാസന എങ്ങനെ ചെയ്യുക? ലജ്ജയില്ലാത്തവൻ എങ്ങനെ ഈശ്വരോപാസന ചെയ്യുക? പുഷ്ടിയില്ലാത്തവൻ എങ്ങനെ? തുഷ്ടിയില്ലാത്തവനെ എങ്ങനെ? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്ക് എത്താൻ ഒരുപാട് കല്ലും മുള്ളും ചവിട്ടണം, കൂടാണ്ട് കഴിയില്ല. അപ്പോൾ ആ വ്യാസനായ കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു. ജ്ഞാനപ്രദനും പിതാവുമായ വ്യാസനെ നമസ്കരിക്കുന്നു. യാതൊരുവൻ്റെ മുഖമാവുന്ന താമരപ്പൂവിൽ നിന്നൊഴുകിയ ജ്ഞാനാത്മകമായ മകരന്തത്തെ പരമശാന്തന്മാർ പാനം ചെയ്യുന്നുവോ മഹാതേജസ്വിയും ജ്ഞാനപരിപൂർണനുമായ ആ വ്യാസനായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം നമ്പർ 25. ഏതദ്ദേവാത്മഭൂരാജൻ നാരദായ വിവൃച്ഛതേ വേദഗർഭോ അഭ്യതാൽ സാക്ഷാത് യത് ആഹരിരാത്മനാം. ഏതദ്ദേവാത്മഭൂരാജൻ നാരദായ വിവൃച്ഛതേ വേദഗർഭോ അഭ്യതാത് സാക്ഷാത് യത് ആഹ ഹരിരാത്മനാം. ഹേ രാജാവേ, വാസുദേവൻ തനിക്ക്, അതായത് ബ്രഹ്മാവിനെ നേരിട്ട് യാതൊന്നിനെ ഉപദേശിച്ചുവോ? സാക്ഷാൽ ശ്രീഹരി ബ്രഹ്മാവിനെ നേരിട്ട് ഉപദേശിച്ചു. വേദത്തെ ഹൃദയത്തിൽ ധരിക്കുന്ന ബ്രഹ്മാവ് ചോദ്യം ചെയ്ത നാരദർക്കായിക്കൊണ്ട് ഇതിനെ തന്നെ പറഞ്ഞു. ഇതിനെ ഭാഗവതത്തിനെ ചോദ്യത്തിനുത്തരമായിട്ട് പറയുവാൻ വിചാരിക്കുന്ന സംഗതി ബ്രഹ്മനാരദ സംവാദമായിട്ട് പണ്ടുള്ളവരാൽ അറിയപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്നു. ഹേ രാജാവേ, അങ്ങ് എന്നോട് ചെയ്തതായ ഈ സംഗതിയെ തന്നെ ശ്രീ നാരദ മഹർഷി അച്ഛനായ ബ്രഹ്മദേവനോട് പണ്ട് ചോദിച്ചു. വേദത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ ശ്രീ വാസുദേവൻ കൽപ്പാതിയിൽ തനിക്ക് ഉപദേശിച്ചതായ ആ സംഗതിയെ തന്നെ പുത്രനായ നാരദരോട് പറഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ തത്വധ്യാന നിരൂപ പ്രകരണേ സ്ഥൂലധ്യാന നിരൂപണം നാമ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ഇപ്പോൾ ഏതായാലും 4 കഴിഞ്ഞു. ഉടനെ നമുക്ക് 5 തുടങ്ങുക.
ശ്രീമദ് ഭാഗവതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വിതീയ സ്കന്ധം 5-ാം അധ്യായം. നാരദ ഉവാച ദേവദേവ നമസ്തേസ്തു ഭൂതഭാവനപൂർവജാം തദ്വിജാനീഹി യജ്ഞാനാം ആത്മതത്വനിദർശനം. എന്താ സ്വാദ് ഓരോ പദത്തിലും ഭാഗവതം തേനൂർന്നു എന്നാണ് പറഞ്ഞത്. ദേവദേവ നമസ്തേസ്തു ഭൂതഭാവനപൂർവജ തദ്വിജാനീഹി യജ്ഞാനാം ആത്മതത്വനിദർശനം. ഏതൊരു തത്വവും ജ്ഞാനം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ആത്മതത്വത്തെ ദർശിക്കുന്നതായിരിക്കണം. ആത്മാവിനെ ദർശിക്കാത്ത തത്വങ്ങളൊന്നും വില പോവില്ല. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ പ്രാണികളെ വർദ്ധിപ്പിക്കുന്നവനെ. ഈശ്വരാധീനമില്ലെങ്കിൽ സംയോഗം കൊണ്ടും കുട്ടികളുണ്ടാവില്ല, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ മുട്ടയിട്ടിട്ട് ജീവികൾ പെരുകില്ല, വയർപ്പിൽ നിന്ന് പെരുകില്ല, കൊമ്പ് കുത്തിയിട്ട് തഴയ്ക്കണത് അതുണ്ടാവില്ല. എല്ലാം ഈശ്വര കാരുണ്യാണ്. അപ്പോൾ ആ പൂർവജ എന്നുള്ളതിന് ആദിയിൽ ജനിച്ച ദേവ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകുന്ന ആൾ. ആത്മതത്വത്തെ ദർശിപ്പിക്കുന്നതായ ആ യാതൊരു ജ്ഞാനമോ അതിനെ വിശേഷമായി അറിയിക്കണം. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറിയാണ്. സുപ്രീമായിട്ടുള്ളത് ആത്മതത്വ നിരൂപണമാണ്. നാരദൻ ചോദിക്കണു, വേദഗർഭനായ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞുവെന്ന് പൂർവാധ്യായത്തിൽ, ഇതിന് മുമ്പത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ച സംഗതിയെ ഈ അധ്യായത്തിൽ വിവരിച്ചു പറയുന്നു. നാരദമുനിയുടെ ചോദ്യം പ്രാണിവർഗങ്ങളെ സൃഷ്ടിക്കുന്നവനും എപ്പോൾ ജനിച്ചുവെന്ന് പറവാൻ പാടില്ലാത്ത വിധം അനാദിയും ദേവന്മാർക്കും ദേവനും ആയിരിക്കുന്ന ഹേ ബ്രഹ്മദേവ, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ആത്മസ്വരൂപത്തെ വ്യക്തമായി അറിവാൻ സാധനാഭൂതമായിരിക്കുന്ന ജ്ഞാനം. ആ സാധനാഭൂതമായിരിക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രാക്ടീസ് ചെയ്യാതെ കണ്ട് ഇൻഡസ്ട്രീസ് മൈൻഡായിരിക്കണം ടു ഗെറ്റ് മുമുക്ഷുത്വ മോക്ഷം. യാതൊന്നോ അതിനെ എനിക്ക് ഉപദേശിക്കണമേ എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം 2-ാമത്തെ. യത് രൂപം യദധിഷ്ഠാനം യദസൃഷ്ടം ഇദം പ്രഭോ യത് സംസ്ഥം യത് പരം യശ്ച തത്തത്വം വദ തത്വദാ. ഏതൊരു തത്വമാണ് പറയണത് അത് ആത്മദർശനത്തിന് ഉതകുന്നതായിരിക്കണം എന്നാണ് പറഞ്ഞത്. യത് രൂപം യദധിഷ്ഠാനം യദസൃഷ്ടം ഇദം പ്രഭോ യൽ സംസ്ഥം യൽ പരം യശ്ച യത് തത്വം വദ തത്വദാം. പ്രഭുവായിരിക്കുന്നവനെ, ഇത് ഏതുവിധം രൂപത്തോടു കൂടിയത്? യാതൊന്നാകുന്ന അധിഷ്ഠാനത്തോടു കൂടിയത്, യാതൊരുത്തനാൽ സൃഷ്ടിക്കപ്പെട്ടത്, യാതൊന്നിൽ ലയത്തോടു കൂടിയിരിക്കുന്നത്, യാതൊന്നിന് അധീനമായത്, യാതൊന്നാകുന്ന ആത്മാവോട് കൂടിയത്, അതിൻ്റെ തത്വത്തെ യഥാർത്ഥമായിട്ട് പറയണമെന്നാ. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ആത്മജ്ഞാനത്തിന് കാരണമായിരിക്കുന്നത് ഈ ലോകം തന്നെയാണെന്നുള്ള വിചാരത്തോടുകൂടെ ലോകതത്വത്തെ ആദ്യമായി അറിയുവാൻ ആഗ്രഹിച്ച നാരദർ വീണ്ടും ചോദിക്കുന്നു, ഹേ പ്രഭു, ഈ പ്രപഞ്ചത്തെ ഈ വിധം പ്രകാശിപ്പിച്ചത് ആര്? ഇത് ആരെ ആശ്രയിച്ചിരിക്കുന്നു? ആരാൽ സൃഷ്ടിക്കപ്പെട്ടു? ആരിൽ ലയിക്കുന്നു? ആർക്ക് സ്വാധീനമായിരിക്കുന്നു? ഇതിൻ്റെ സ്വരൂപം എന്താകുന്നു? ഇതിൽ പരമാർത്ഥത്തെ ശരിയായി പറഞ്ഞു തന്നാലും അരുൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറയണു, സർവം ഹ്യേതത് ഭവാൻ വേദഭൂതഭവ്യഭവത് പ്രഭു കരാമലകവദ്വിംശം കരാമലകവത് വിശ്വം വിജ്ഞാന അവസിതം തവാം സർവം
യത്തത് ഭവാൻ വേദഭൂതഭവ്യഭവത് പ്രഭു കരാമലകവത് വിശ്വം വിജ്ഞാന അവസിതം തവാം. ഭൂതം എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, ഭവിച്ചത്. ഭവ്യം എന്ന് പറഞ്ഞാൽ ഭവിപ്പാൻ പോകുന്നത്. ഭവത് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് പ്രസൻറ്റ് ടെൻസ്. വിജ്ഞാനവസിതം വിശേഷജ്ഞാനത്താൽ നിശ്ചയിക്കപ്പെട്ടതെന്ന. ഇനി അതിൻ്റെ കൺജങ്ഷനും എല്ലാം കൂടിയിട്ട് നമുക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാവാർത്ഥം വരാം. ഉണ്ടായതിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനും ഉണ്ടാവാൻ പോകുന്നതിനും പ്രഭുവായിരിക്കുന്ന നിന്തിരുവടി പരമാത്മ ചൈതന്യം ഇതിനെ മുഴുവനും അറിഞ്ഞിരിക്കുന്നു. യു നോ എവരിതിങ് പറയണം. ഈ പ്രപഞ്ചം നിന്തിരുവടിയുടെ വിശേഷജ്ഞാനത്താൽ നിർമ്മിക്കപ്പെട്ടതാകയാൽ അങ്ങയുടെ ഉള്ളംകൈയിലിരിക്കുന്ന നെല്ലിക്കായ പോലെ തികച്ചും അറിയപ്പെട്ടതാണല്ലോ. അങ്ങയ്ക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങയെ അറിയുന്നവർ വളരെ ദുർലഭമാണ്. 4-ാമത്തെ ശ്ലോകം. യത് വിജ്ഞാനോ യഥാ ആധാരോ യൽപരസ്തം യഥാത്മകാം ഏകസൃജതി ഭൂതാനി ഭൂതൈരേവാത്മമായയാം. യത് വിജ്ഞാനോ യഥാ യത് ആധാരോ യത് പരസ്തം യഥാത്മകാ ഏകസൃജസി ഭൂതാനി ഭൂതൈരേവാത്മമായയാം. നിന്തിരുവടി യാതൊന്നിൽ നിന്ന് അറിവോടുകൂടിയവൻ, യാതൊരുത്തനെ ആധാരമാക്കിയിരിക്കുന്നവൻ, ആർക്ക് കീഴടങ്ങിയവൻ, യാതൊരു സ്വരൂപമുള്ളവൻ, ഒരുവനായിട്ട് ആത്മശക്തി കൊണ്ടുണ്ടായ ഭൂതങ്ങളെ കൊണ്ട് തന്നെ പ്രാണികളെ സൃഷ്ടിക്കുന്നു. അങ്ങനെയല്ലേ? അതായത് ഭൂതങ്ങളെ കൊണ്ട് തന്നെ, നമ്മളൊക്കെ ഭൂതങ്ങളാണ്. തന്നിൽ ആത്മചൈതന്യം ഉണ്ട് എന്നുള്ള അറിവ് ഇല്ല, നമ്മൾക്ക് എല്ലാവർക്കും ഇല്ല. എന്നിട്ട് നമ്മൾ സൃഷ്ടി ചെയ്യുന്നുണ്ട്. ആ ഭഗവാൻ തന്നിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വസിക്കണമെന്നുള്ളതിൻ്റെ താല്പര്യമാണത്. ആ ചൈതന്യം തന്നെ നമ്മൾ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിലേക്ക് ഉയർത്തിയാൽ ഭംഗിയായി. അപ്പോൾ പിന്നെ പ്രാണികളെ സൃഷ്ടിക്കണമെന്നായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പ്രപഞ്ച വിഷയം ഇരിക്കട്ടെ. ആദിയിൽ നിന്തിരുവടിയുടെ യഥാർത്ഥത്തെ തന്നെ എന്നോട് അരുൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫ്രം ദി വെരി ബിഗിനിങ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. നിന്തിരുവടി ഈ ലോക സൃഷ്ടിക്ക് വേണ്ടുന്ന അറിവിനെ ആരിൽ നിന്ന് സമ്പാദിച്ചു? അങ്ങയ്ക്ക് ആധാരന്മാർ ആര്? അങ്ങ് ആർക്ക് കീഴടങ്ങിയിരിക്കുന്നു? അങ്ങയുടെ പരമാർത്ഥ സ്വരൂപം എന്താകുന്നു? ഈ ചോദ്യത്തിന് കാരണം എന്തെന്നാൽ അങ്ങ് സ്വതന്ത്രൻ എന്നാണ് ബുധന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം എന്തെന്നാൽ അങ്ങ് സ്വതന്ത്രൻ എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഏകനായ നിന്തിരുവടി ആത്മശക്തി കൊണ്ട് ജനിപ്പിച്ച ഭൂമിയാദി ഭൂതങ്ങളെ കൊണ്ട് പ്രാണിവർഗങ്ങളെ സൃഷ്ടിക്കുന്നു. എന്നാലും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് അങ്ങ്. അപ്പോൾ നിന്തിരുവടിക്കും ഭജനീയനായ അന്യദേവൻ ഒരുവനുണ്ടെന്നുള്ള സംശയം നിമിത്തം ഈ വിധം ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇനി 5-ാമത്തെ ശ്ലോകം. ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ അഭാവയൻ ന പരാഭാവയൻ തന്നെ പറയണം. സ്വയം ആത്മശക്തിം അവഷ്ടഭ്യ ഊർണനാഭിരിവാക്ലമാ ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം ആത്മശക്തിമവിഷ്ടഭ്യ ഊർണനാഭിരിവാക്ലമാ. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ശരിക്ക് വക്താവ് പറഞ്ഞു തന്നാൽ അവിടെ പിന്നെ അദ്വൈതേ ഉള്ളൂ, ദ്വൈതമില്ല.
എന്നാൽ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഒന്നുമില്ലെങ്കിൽ അവർ മനസ്സിലായിട്ട് മറ്റുള്ളവരെ ഫൂളാക്കണം. ഞാൻ മുൻകൂർ ജാമ്യം പരമശൈലേ. കാരണം നമ്മൾ സ്വതന്ത്രനാണ് ആവാൻ എന്ത് വേണം? ആത്മ ചൈതന്യത്തിനെ നമ്മൾ അറിയണം. ഏതിനെ പോലെ? ഊർണനാഭി, എട്ടുകാലിനെ പോലെ എന്ന് പറഞ്ഞു. എട്ടുകാലി അതിൻ്റെ ഉള്ളിലുള്ള ഒരു ദ്രവത്തെ ആണ് ക്രോഡീകരിച്ച് നെറ്റ് ഉണ്ടാക്കുന്നത്. 8 കാലി നെറ്റ് ഉണ്ടാക്കുന്നത്. അത് എവിടെ നടുവിലാവും ഇരിക്കുക. അപ്പോൾ എവിടെയെങ്കിലും കുടുങ്ങിയാൽ അത് ഷോർട്ടസ്റ്റ് വഴി കൂടെ പോവും. അപ്പോൾ പറഞ്ഞു, 8 കാലിയെ പോലെ ക്ലേശമില്ലാത്തവനായിട്ട് ആത്മാവിൻ്റെ ശക്തിയെ ആശ്രയിച്ചിട്ട് താൻ തന്നെ പരാഭവം തട്ടാത്ത വിധം അവയെ ആത്മാവിൽ തന്നെ പരിപാലിക്കണം. ഇത് സൂത്രം നമ്മൾ മനസ്സിലാക്കണം. 8 കാലി എന്ന പ്രാണി തന്നിൽ നിന്ന് ജനിപ്പിച്ച ഒരുവിധം പശ കൊണ്ട് വല കെട്ടിയുണ്ടാക്കുന്നത് പോലെ നെന്തിരുവടിയും കഷ്ടം കൂടാതെ സ്വശക്തി കൊണ്ടുണ്ടാക്കിയ ഭൂതങ്ങളെ കൊണ്ട് ലോകങ്ങളെ ജനിപ്പിച്ച ശേഷം അവർക്ക് അന്യരെ ആശ്രയിക്കുക എന്നുള്ള അവമാനത്തിനിടവരാത്ത വിധം അങ്ങയിൽ തന്നെ ഇരുത്തി പരിപാലിക്കുകയും ചെയ്യുന്നു. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 8 കാലി എങ്ങനെയാണ് സ്വന്തം ശരീരത്തിൽ നിന്ന് ഉൽപ്പന്നമാവുന്ന പശ കൊണ്ട് നെറ്റ് ഉണ്ടാക്കുന്നത്? അപ്പോൾ അപമാനത്തിനിടവരാത്ത വിധം എന്നൊരുണ്ട് അവിടെ. അപമാനത്തിന്, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് ഞാൻ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അതിന് എന്തെങ്കിലും വിരോധാഭാസമുണ്ടായിട്ട് പൊതുജനങ്ങൾ എന്നെ ക്രൂശിക്കാനോ അപഹസിക്കാനോ തുടങ്ങിയാൽ അത് എനിക്കുള്ളതല്ല, അത് ഈശ്വരനാണ്. കാരണം ഞാൻ ഈശ്വര സംബന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അത് തർക്കുത്തരായിട്ട് തോന്നുകയാണെന്ന് വിചാരിച്ചാൽ ആ തോന്നലിന് ഞാൻ ഉത്തരവാദിയല്ല. അടുത്ത ശ്ലോകം. ന അഹം വേദപരം ഹി അസ്മിൻ അപരം ന സമം വിഭോ നാമരൂപഗുണൈർഭാവ്യം സദസൽ കിഞ്ചിതന്യതാ. എന്താ ഒരു ഡെപ്ത്. ന അഹം വേദപരം ഹി അസ്മിന്ന അപരം ന സമം വിഭോ നാമരൂപഗുണൈർഭാവ്യം സദസൽ കിഞ്ചിതന്യതാ. ഹേ സർവജ്ഞ, ഇതിൽ ശ്രേഷ്ഠത്തെയും നികൃഷ്ടത്തെയും, അപരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത്തെയും നികൃഷ്ടത്തെയും സമത്തെയും നാമരൂപഗുണങ്ങളാൽ സാധിക്കത്തക്കതായതും സത്തും അസത്തും യാതൊന്നും അന്യനിൽ നിന്ന് ഞാൻ അറിയുന്നില്ല. എല്ലാം യാതൊന്നും അന്യനിൽ നിന്ന് ഞാൻ അറിയുന്നില്ല. അതാണ് നാരായണവേദം. എന്നിലുള്ള പ്രതിഭാസം കൊണ്ട് എനിക്ക് അറിയാമെന്നല്ലാണ്ട് അന്യൻ്റെ പ്രതിഭാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആയതുകൊണ്ട് ഹേ വിഭോ, ഹേ വിഷ്ണു, ഈ വിശ്വത്തിൽ ഉത്തമം മധ്യമം അധമം എന്നുള്ള വ്യവഹാരത്തിന് വിഷയമായിട്ടുള്ളതും എന്തെടുത്താലും അതിനെ ഉത്തമം മധ്യമം അധമാക്കാൻ പറ്റും. വ്യവഹാരത്തിന് വിഷയമായിട്ടുള്ളതും അതിലും വെച്ച് മനുഷ്യർ, ദേവൻ, പക്ഷി, മൃഗം ഇത്യാദി നാമങ്ങളും 2 കാലുള്ളവ 4 കാലുള്ളവ എന്നീ രൂപഭേദങ്ങളും വെളുപ്പ് കറുപ്പ് എന്നീ നിറഭേദങ്ങളും ഇവയിൽ സാധിക്കുവാൻ കഴിയുന്നതൊക്കെയും സ്ഥൂലമായും സൂക്ഷ്മമായും കാണപ്പെടുന്നതും എല്ലാം നിന്തിരുവടിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നേ ഞാൻ അറിയുന്നുള്ളൂ എന്ന് സാരം. അതായത് ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ച സന്തത സഹചാരികളാണ് ഈ ഭൂമണ്ഡലത്തിലുള്ളതൊക്കെ. അല്ലാതെ കണ്ട് വേറെ എവിടെ നിന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. 7ാമത്തെ ശ്ലോകം
നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, സാറില്ല. സ ഭവാൻ ആചരത് ഘോരം യത് തപസ്സു സമാഹിത തേന ഖേദയസേ നസ്തും പരാശങ്കാം പ്രയച്ഛസി. ന ഭവാൻ അചരത് ഘോരം യത് തപസ്സു സമാഹിതാം തേന ഖേദയസേ നസ്തും പരാശങ്കാം പ്രയച്ഛതി. അതായത് ആ നിന്തിരുവടി, ആ ഈശ്വരൻ ഏറ്റവും ഏകാഗ്രതയോടുകൂടിയവനായിട്ട് കഠിനമായ തപസ് ആചരിച്ചുവെന്നത് യാതൊന്നു. അതിനാൽ ഞങ്ങളെ ഖേദയസെ ക്ലേശിപ്പിക്കുന്നു. അങ്ങ് അന്യശങ്കയെ തരുന്നു. അന്യൻ്റെ ശങ്കയാണ് അങ്ങ് തരുന്നത് എന്ന് പറഞ്ഞു. അത് അത്ര ക്ലിയർ ആയിട്ടില്ല, എനിക്കറിയാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ശരിയാവും. സർവപ്രപഞ്ച സ്വരൂപനാണെന്ന് ഞങ്ങൾ ധരിച്ചിരിക്കുന്ന നിന്തിരുവടി ഏറ്റവും ഏകാഗ്രചിത്തനായിട്ട് കഠിനമായ തപസ് ആചരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് മോഹം ജനിക്കുന്നു. അതായത് അനർഹമായത് എന്നുള്ള അർത്ഥം പറഞ്ഞു കേട്ടോ. അങ്ങയ്ക്കും ഭജിപ്പാൻ യോഗ്യനായ ഒരു അന്യദേവൻ ഉണ്ടെന്നുള്ള ശങ്കയെ ഞങ്ങൾക്ക് ജനിപ്പിക്കുന്നുവല്ലോ. അതായത് ഇല്ല എന്നർത്ഥം. അതാണ് എൻ്റെ സാരം. അവിടെ നിർത്താം കേട്ടോ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.